പരിചയപ്പെടുത്തി. എൻ്റെ പേര് ബീന, ഞാൻ പാലക്കാട് പറളി സ്വദേശിനിയാണ്. അതേപോലെ തന്നെ അല്ലേ ഏവരും ആഗ്രഹിക്കുന്ന ഒരു റാങ്കാണ് സെയിൽസ് മാനേജർ എന്ന റാങ്ക്. അപ്പൊ അത് അച്ചീവ് ചെയ്യുന്ന ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ കൊല്ലം ആഗസ്റ്റ് 27-ാം തീയതിയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിട്ടുള്ള രജിത രാജീവ് മാഡം ഇന്ന് DSTM റാങ്കിൽ വർക്ക് ചെയ്യുന്ന മാമിൽ നിന്ന് ഏറ്റെടുത്തത്. അപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് സഹകരണ ബാങ്കിലേക്കുള്ള ജോലിക്കായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു. ഒരുപാട് അല്ലേ നമുക്ക് ടൈമും കാര്യങ്ങളില്ല, പക്ഷെ എങ്കിൽ പോലും ജോലി ഏറ്റെടുത്തു. പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു ജോലി ഏറ്റെടുത്തത്. ജോലിയെക്കുറിച്ച് ഒന്നും അറിയില്ല, കാരണം ജോലി ഏകദേശം റെഡി ആയിട്ടുണ്ട് സഹകരണ ബാങ്കിൽ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഏറ്റെടുത്തത്. പക്ഷെ കോവിഡും കാര്യങ്ങളും ഒക്കെ വന്നു അല്ലേ, നിങ്ങൾക്ക് അറിയാം, പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും എന്നെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് റംലത്ത് മാഡവും രജിത മാഡവും കൂടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാനൊരു റാങ്ക് അച്ചീവ് ചെയ്യുമ്പോൾ 2 ലീഡേഴ്സിനെയും വിളിക്കുന്നത്. കാരണം ഒരു ഫോളോ അപ്പ് എന്താന്നുള്ളത് 2 ലീഡേഴ്സ് എനിക്ക് കാണിച്ചു തന്നു. കാരണം തിരിച്ചു കൊണ്ടുവരാൻ അവരെടുത്ത എഫേർട്ട് ചില്ലറയില്ല. ഈ ഒരു ജോലിയെ കുറിച്ച് പഠിച്ച് സെയിൽസ് മാനേജർ എന്ന റാങ്ക് അച്ചീവ് ചെയ്യാൻ അതിയായി ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ഒരു ആഗ്രഹമാണ് ഇവിടെ എത്തിച്ചത്. അതായത് നമ്മൾ നല്ല പോലെ ആഗ്രഹിച്ചു വെച്ചാൽ അല്ലെ, സ്വപ്നം കണ്ടുവച്ചാൽ അത് നേടിത്തരുന്ന ഒരു ജോലിയാണ് Fijica.com. ഇപ്പോൾ ഒരു സാധാരണ വീട്ടമ്മയാണ്, അതേപോലെ തന്നെ 3 കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, വന്നത് തൊട്ട് അടങ്ങിയിരിക്കുന്നില്ല. അപ്പോൾ ഈ കുട്ടികളെ വീട്ടിൽ വന്ന് ഇവിടേക്ക് വരുന്ന സമയത്ത് ഹസ്ബൻഡിന്റെ അമ്മയാണ് നോക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് ഒരുപാട് നന്ദിയാണ് പറയുന്നത്. കാരണം ഇവരെ നോക്കുക എന്ന് പറഞ്ഞാൽ ചില കാര്യമില്ല. അമ്മ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഒത്തിരി സന്തോഷമാണ്, പറയാൻ വാക്കുകളില്ല. കാരണം ഒരു സാധാരണ വീട്ടമ്മയും അതേപോലെ തന്നെ 3 മക്കളുടെ അമ്മയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കൊച്ചു കുട്ടിയെ വെച്ച് എങ്ങനെ ചെയ്യാമെന്ന് അല്ലേ. നമുക്ക് നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ജോലിയാണിത്. ഏറ്റവും വലിയ തെളിവാണ് ഞാൻ. പിന്നെ എനിക്ക് ഒരു വിഷമം മാത്രമേ ഉള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഒരുപാട് അല്ലേ ഇവിടെ കാണുന്നുണ്ട്, ജെൻസ് ഉണ്ട്, നിങ്ങൾക്കൊക്കെ പെൺമക്കളുണ്ടാവും വീട്ടില്. അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഓടിയെത്തുന്നത് ആദ്യം പെൺമക്കളായിരിക്കും അല്ലേ. അച്ഛനും മോളും തമ്മിലുള്ള ബോണ്ട് അത്രയും വലുതാണ്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഞാനൊരു ജോലിക്കാരി ആവുന്ന ഏറ്റവും ആഗ്രഹിച്ചത് അച്ഛനായിരുന്നു. പക്ഷെ ഒരു കോവിഡ് സമയത്താണ് അച്ഛന് അൽസിമേഴ്സ് എന്ന രോഗം പിടിപെട്ടത്. എന്നെ പോലും ഇന്ന് തിരിച്ചറിയുന്നില്ല. ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. കാരണം ഇന്ന് ഞാനൊരു അച്ചീവർ ആണെന്ന് അച്ഛനോടെ മനസ്സിനോടായിട്ടാണ് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. എങ്കിലും വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഒരു പെർഫോമൻസ് ബോണസ്, ഞാൻ പറഞ്ഞതുപോലെ എല്ലാ മാസവും ഒരു പെർഫോമൻസ് ബോണസ് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റാങ്കിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങൾ ഫേസ് ചെയ്യാം. ഇന്നിവിടെ ജോയിൻ ചെയ്തവരായിട്ട് ഞാൻ പറയണം, പ്രതിസന്ധികളെല്ലാം ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ തരണം ചെയ്യുക. ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ഹസ്ബൻഡിനൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. പല പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ വർക്ക് ചെയ്ത ഒരു ക്രൂസ് ഷിപ്പ് അച്ചീവർ ആകാൻ സാധിച്ചു. അദ്ദേഹത്തെ കൂടെ ആ ഒരു ടൂറിൽ പങ്കാളിയാക്കാൻ സാധിച്ചു. ഈ ബിസിനസിന്റെ വലുപ്പം എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ എൻ്റെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള അതുൽ സാറിൻ്റെ അടുത്ത് ഈ ഒരു വേദിയിൽ വെച്ച് ഒരുപാട് നന്ദി പറയുന്നത്. സാറിൻ്റെ ഒരു മെഗാ സെവനെയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഒരുപാട് മോട്ടിവേഷൻ ഇൻസ്പയറും തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അല്ലേ നമ്മൾ റാങ്ക് അച്ചീവ് ചെയ്ത അവിടെ നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ അബിൻ സാർ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ അബിൻ സാറിന് കൂടെ എനിക്ക് ഒരുപാട് നന്ദി പറയുന്നത്. കാരണം അതിൻ്റെ ഒരു സപ്പോർട്ട് അല്ലേ, നമ്മൾ ആരൊക്കെയോ ആണ് പക്ഷെ ഈ ഒരു ജോലിയിൽ വന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ വേണ്ടപ്പെട്ടവരായിട്ട് മാറും. അതേപോലെ തന്നെ ഒരുപാട് കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിക്കാൻ സാധിക്കും. അപ്പൊ ഇന്ന് നിങ്ങളിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അറിയാത്തവരായിരിക്കും കൂട്ടിക്കൊണ്ട് വരുന്നിട്ടുണ്ടാവുക. ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, വിശ്വസിച്ച് കൂടെ നിന്ന് വെച്ചാൽ ഈ കൂട്ടിക്കൊണ്ടുവന്നവർ നാളെ നിങ്ങളുടെ ദൈവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഏറ്റെടുക്കുക, എന്തായാലും വിജയിക്കും, ഉറപ്പ് തന്നെയാണ്. അപ്പോൾ എൻ്റെ കുടുംബത്തിലേക്ക് ഒരു വരുമാനം എത്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ജോലിയുടെ ഒരു പവറാണ്. മറ്റേത് ജോലിയിൽ നിന്ന് ഇത് കിട്ടില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം.